അമ്മ, ഓ. ഇന്ന് നമ്മൾ ടീം ക്ലബിൽ സംസാരിച്ച ടോപ്പിക് എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാ പേരൻസ് നമ്മളോട് ഇങ്ങനെ കണക്ക് പറയുന്നതെന്ന്. കണക്ക് പറയുന്നതെന്ന് പറഞ്ഞ പക്ഷെ അവിടെ കൊച്ചുനാളിനെ കുറിച്ചോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എത്ര കാശ് സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എത്ര വർക്ക് ചെയ്യുന്നു, അതിനെ കുറിച്ച്. ശരി. പേരൻസ് ഇങ്ങനെ പറയാറുണ്ടെന്ന് പല കുഞ്ഞുങ്ങളും പരാതി പറയാറുണ്ട്. ശരിക്കും പേരൻസ് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു വാങ്ങിക്കാനോ അവർ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കണമെന്നോ ഒന്നും കരുതിയിട്ടല്ല. എപ്പോഴെങ്കിലും അവർ കണക്ക് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മെസ്സേജ് എന്താണെന്നറിയോ? അവരുടെ മനസ്സ് അത്രയും വിഷമിക്കുന്നുണ്ട്. അവര് എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, നമുക്ക് വേണ്ടി ജീവിക്കുന്നു, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇങ്ങനെ ഇവരൊരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കും ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള സ്നേഹം കൂടുമെന്നും അറ്റാച്ച്മെന്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെന്നും വിചാരിക്കും. അതല്ലാതെ വേറെ ഒരു ദുരുദ്ദേശവും അതിനകത്തില്ല. പക്ഷെ മോനോട് ഞാൻ ചോദിക്കട്ടെ, പേരൻസ് ഇങ്ങനെ കണക്ക് പറയുമ്പോഴേ അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ എന്നൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും കുട്ടികൾക്കുണ്ടാവുമോ? എവിടുന്ന്? എന്റെ കൂട്ടുകാരെല്ലാം പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് അവരുടെ പാരന്റ്സ് ഇങ്ങനെ പറയുന്നതെന്ന്. അതുകൊണ്ട് എല്ലാ പേരൻസും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, കണക്ക് പറയുന്നത് പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും കുട്ടികൾ അത് പലപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ആ സ്നേഹം തിരിച്ചു കിട്ടാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. എന്നാൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ കുട്ടികളെ അറിയിക്കുന്നത് കൊണ്ട് നമ്മളെ മനസ്സിലാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് വരുമെന്ന് വിചാരിക്കരുത്. അവർ ചിന്തിക്കുന്നത് കണക്ക് പറയാനാണെങ്കിൽ പിന്നെ എന്തിനിത് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക, നമ്മുടെ ഇൻറ്റൻഷൻ പലപ്പോഴും അവർക്ക് മനസ്സിലാവുകയില്ല.